സർക്കാരിനെതിരെ വാതുറക്കുന്ന സംഘടനകളെയും വ്യക്തികളെയും നിരോധിക്കാനാണ് FCRA നിയമം ഭേദഗതിയെന്ന് IB ഈഡൻ MP 24നോട്. ഇതിനെ ശക്തമായി നേരിടുമെന്നും IB ഈഡൻ വ്യക്തമാക്കി. എറണാകുളം UDFന്റെ ഒരു പന്നാപുരം കോട്ടയാണെന്നും മുഴുവൻ സീറ്റുകളിലും വിജയം ഉണ്ടാകുമെന്നും IB ഈഡൻ. IB ഈഡൻ MP ഇപ്പോൾ 24നൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളത് ആരാണെങ്കിലും ആദ്യം ചോദിക്കുന്നതും FCRAയുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. എന്താണ് UDFന്റെ നിലപാട്? അല്ല, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും പ്രതിപക്ഷ നേതാവും വളരെ കൃത്യമായി കോൺഗ്രസിൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. പാർലമെൻറ്റിൻ്റെ അകത്ത് അമെൻമെൻറ്റിനെ തന്നെ അതിൻ്റെ ഇൻട്രൊഡക്ഷനെ തന്നെ ഒപ്പോസ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അനാവശ്യമായ ഒരുപാട് നിയന്ത്രണങ്ങൾ FCRAയുമായി ബന്ധപ്പെട്ട് BJP അധികാരത്തിൽ വന്ന 2014 കാലഘട്ടം മുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിനെതിരെ വാതുറക്കുന്ന സംഘടനകളെ നിയന്ത്രിക്കാനും നിരോധിക്കാനും വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ അമെൻമെൻറ്റ് നിലവിൽ വരുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഇതിൻ്റെ FCRA പുതുക്കാൻ സാധിക്കില്ല ഒരു സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കൃത്യമായി നടത്താൻ സാധിക്കില്ല. കാരണം ഒരുപാട് സാങ്കേതികത്വം ഉള്ളതാണ്. റിട്രോസ്പെക്റ്റീവായി 200-300 വർഷം പഴക്കമുള്ള ആ സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാർ പിടിച്ചെടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. മൈനോറിറ്റീസിൻ്റെ റൈറ്റ്സിൻ്റെ മേലുള്ള ഒരു കടന്നുകയറ്റം കൂടിയാണ്. ഇപ്പോൾ വഖഫ് ബില്ല് കൊണ്ടുവന്നത് മുസ്ലിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരാണെങ്കിൽ ഇത് ഒരു പരിധിവരെ മൈനോറിറ്റിക്ക്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് എതിരാണെന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. ഇനി മറ്റൊരു കാര്യം, അത് തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ വരാം. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂട്? എത്രത്തോളമായി? എത്ര സീറ്റുകളിൽ ഉണ്ടാകും വിജയം? അല്ല, എറണാകുളം എന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു പൊന്നാപുരം കോട്ടയാണ്. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഞങ്ങൾക്ക് 14-ൽ 9 സീറ്റാണ്. ഞങ്ങൾ വലിയ പ്രതീക്ഷയാണ് അർപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ജില്ലയാണ്. എൻ്റെ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ അദ്ദേഹം ഒരു MLA ആണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 14-ൽ 14 എന്നുള്ളത് തന്നെയാണ്. സഭകളുടെ പിന്തുണ എത്രത്തോളം ഉണ്ടാകുന്നത്? അതായത് ഈ കൊച്ചി പോലെയുള്ള ഇടത്തൊക്കെ ആണെങ്കിലും സഭ ഒരു ചെറിയ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അപ്പം എത്രത്തോളം UDFന് പിന്തുണയുണ്ട്? അങ്ങനെ ഔദ്യോഗികമായി അവർ എതിർപ്പും പ്രകടിപ്പിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സാധാരണ ആളുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരത്തിനെതിരായിട്ടാണ്. IB ഈഡൻ MP ആണ് 24നൊപ്പം ചേർന്നത്. അദ്ദേഹം FCRA ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെത് അല്ലെങ്കിൽ UDFൻ്റെതായിട്ടുള്ള നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. കൊച്ചിയിൽ നിന്നും ഷിജു ചവറയ്ക്കൊപ്പം ആൻമരിയ സണി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.